ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആനന്ദ് രൂക്ഷമായ നോട്ടത്തോടെ പറഞ്ഞു. രാജമന്ദ്ര ഗ്രൂപ്പ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി. മിസ്റ്റർ ആനന്ദ്, പ്ലീസ്, അവൻ ചെറുപ്പമാണ്. അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഗൗതമനെ വെറുതെ വിട്ടൂടെ? മാധവൻ അവനോട് അപേക്ഷിച്ചു. പക്ഷേ ആനന്ദ് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. മിസ്റ്റർ ഗൗതം, ഇനിയും ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ നാളെ മുതൽ നീയും നിന്റെ കുടുംബക്കാരും ശ്രാവണ ടവേഴ്സിൽ വരേണ്ടതില്ല. ഗോൾഡ് ഫാക്ടറികളുമായും ജ്വല്ലറികളുമായും നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്റെ സ്പെഷ്യൽ ടീമിനെ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ നിയമിക്കും. അവരെല്ലാം ശരിയാക്കിക്കൊള്ളും. ആനന്ദ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രാജമന്ദ്ര ഗ്രൂപ്പിന്റെ ഡയറക്ടറുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് ആനന്ദ്. വളരെ കാലമായി അവിടുത്തെ വിശ്വസ്തനായ ജീവനക്കാരൻ. അവൻ എല്ലാ കാര്യത്തിലും തന്റെ മികവ് തെളിയിച്ചാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. ആനന്ദിന്റെ വാക്കുകൾ കേട്ട് മാധവന്റെ മുഖം വിളറി. അയാളുടെ ശരീരം മുഴുവൻ ഭയത്താൽ വിറച്ചു. തന്റെ മകൻ കാരണം ബിസിനസ് എല്ലാം നഷ്ടമാകുന്നത് അയാൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. സ്വത്ത്, പണം, പദവി, വില്ലകൾ, കാറുകൾ, ഫാക്ടറികൾ എല്ലാം നഷ്ടപ്പെട്ട് റോഡിലിറങ്ങി പിച്ച ദണ്ടേണ്ട അവസ്ഥ വരും. ഇതെല്ലാം ആലോചിച്ച് മൈത്രേയനും മാധവനും വിറച്ചു. ഗൗതം, നീ എന്താ എങ്ങനെ നിൽക്കുന്നത്? ചെയർമാൻ എന്തു പറയുന്നോ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വേഗം അത് ക്ലീൻ ചെയ്യേ. അച്ഛാ, ഗൗതം എന്തോ പറയാൻ പോവുകയായിരുന്നു. പക്ഷേ അതിനവന് കഴിഞ്ഞില്ല. ഗൗതമിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു. ഇത്രയും നാണക്കേട് നേരിടാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവൻ സ്വയം ചിന്തിച്ചു. തന്റെ കുടുംബാംഗങ്ങൾക്കും ഡയറക്ടർ ബോർഡിലുള്ളവർക്കും മുന്നിൽ തറ വൃത്തിയാക്കുന്നത് വളരെ അപമാനകരമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവനിൽ ആനന്ദിനോടുള്ള വെറുപ്പ് വളർന്നു വന്നു. തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഗൗതം. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഗൗതമിന്റെ കവിളിൽ മാധവൻ നോക്കി നിൽക്കാതെ പറഞ്ഞത് ചേടാ, അതോ നീ ഞങ്ങളെ പാപ്പരാക്കാൻ നോക്കുകയാണോ? അയാൾ ചോദിച്ചു. അപ്പോ ഞാൻ തന്ന പേപ്പറുകൾ എല്ലാവരും വായിച്ചല്ലോ? ആനന്ദ് എല്ലാവരോടും ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് എല്ലാവരും തലയാട്ടി. രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നിങ്ങളുടെ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ആ ഡോക്യുമെന്റ്സിലുള്ളത്. പിന്നെ നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ഷെയർസ് ഒന്നും നഷ്ടാകില്ല. ഞങ്ങളിത് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി മുതൽ ഈ കമ്പനിയിൽ ലാഭം മാത്രമേ ഉണ്ടാകൂ. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ആനന്ദ് എല്ലാവരോടുമായി പറഞ്ഞു. അവർ ഏറ്റെടുത്തത് ഒരിക്കലും തങ്ങളുടെ ബിസിനസ് നശിപ്പിക്കാനല്ല എന്ന് ഇതിനോടകം എല്ലാവർക്കും ബോധ്യമായിരുന്നു. കൂടാതെ അവർ സ്ഥാപിച്ച നിയമങ്ങളും മാറ്റങ്ങളും ഷെയറുകളെ ബാധിക്കില്ല എന്നതും മുൻപത്തേക്കാളും ഗ്രോത്ത് ഉണ്ടാകുമെന്നതും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കമ്പനി ഏറ്റെടുക്കുന്നതിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പുതിയ ചെയർമാൻ ആനന്ദിന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. ഡയറക്ടർമാരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എല്ലാവരും അതിനെ കൈയടിച്ച് അംഗീകരിച്ചു. ആനന്ദിന്റെ നേതൃത്വവും അവർ അംഗീകരിച്ചു. കമ്പനിയിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. രാജമന്ദ്ര ഗ്രൂപ്പിൽ അംഗമായ ആനന്ദ് വഴി കമ്പനി നന്നായി വളരുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. അതേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷം അർജുന്റെ ജ്യൂസ് കടയിൽ ആനന്ദ് അർജുനോട് ശ്രാവണ ടവേഴ്സിൽ അന്ന് നടന്ന മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ പറയുകയായിരുന്നു. അർജുൻ അവന് മുന്നിലെ ചെയറിലിരുന്ന് ലാപ്ടോപ്പിൽ ആ മീറ്റിംഗിൽ എടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. ഗ്രേറ്റ് ആനന്ദ്, ഞാൻ പറഞ്ഞ വർക്ക് നീ നന്നായി തന്നെ ചെയ്തു. വീഡിയോ ക്ലോസ് ചെയ്തുകൊണ്ട് അർജുൻ അവനെ അഭിനന്ദിച്ചു. താങ്ക് യു സർ. സാർ പറയുന്നതെല്ലാം ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആനന്ദ് വിനയത്തോടെ പറഞ്ഞു. തന്റെ മുകളിലുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് ആനന്ദിന് നന്നായി അറിയാം. അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഇനി രാജമന്ദ്ര ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് വരേണ്ടി വരില്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ചെറിയൊരു പിഴവ് പോലും അവന്റെ ജോലി നഷ്ടപ്പെടുത്തിയേക്കാം. അർജുൻ സർ, സാർ പറഞ്ഞതുപോലെ ശ്രാവണ ഗ്രൂപ്പ് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പാലക്കൽ മൈത്രേയന്റെ കുടുംബത്തിന് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ ഇയാളുടെ മരുമകനാകാൻ പോകുന്ന രാഹുലിന്റെ കുടുംബം വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ചിലപ്പോൾ അവർ ഇവരെ സഹായിച്ചേക്കും. അതുകൊണ്ട് രാഹുലിന്റെ ഫാമിലിയെയും തകർക്കാനുള്ള പ്ലാൻ റെഡിയാക്കണ്ടേ സാർ? ആനന്ദ് ചോദിച്ചു. ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നിരവധി ബിസിനസ് ടീമുമായി ശ്രാവണ ഗ്രൂപ്പിന് നല്ല സൗഹൃദമുണ്ട്. അതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് കരകയറാൻ കഴിയും. നീ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഒരു ബ്രദറില്ലേ, പാലക്കൽ മഹാദേവൻ, അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ഷെയർ ഹോൾഡർമാർക്കും ലഭിക്കുന്ന അതേ ഷെയർ പാലക്കൽ മഹാദേവനും കിട്ടണം, അവൻ പറഞ്ഞു. അർജുൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് സ്വന്തമാക്കിയത്.
അതിൽ പ്രയാഗയുടെ അച്ഛന്റെ ജ്വല്ലറി ഫാക്ടറിയും ഉൾപ്പെടും. ഇതുവഴി അവരുടെ പ്രശ്നങ്ങൾ മാറ്റണമെന്ന ലക്ഷ്യവും അതിന്റെ പുറകിലുണ്ടായിരുന്നു. എല്ലാം സാർ പറയുന്ന പോലെ ചെയ്യാം. സാർ, ഒരു സംശയം. ഈ പറഞ്ഞ പാലക്കൽ മഹാദേവനെ ബോർഡ് മെമ്പറാക്കി നല്ലൊരു പൊസിഷൻ കൊടുക്കട്ടെ? ആനന്ദ് ചോദിച്ചു. തൽക്കാലം ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അർജുൻ തന്റെ ടോൺ ഒന്ന് മാറ്റി അവനോട് പറഞ്ഞു. സോറി സാർ. തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് ആനന്ദിന്റെ മുഖത്ത് ഒരു ജാള്യത നിറഞ്ഞു. അർജുനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അവന്റെ പ്രീതിക്കായി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അവൻ. ആനന്ദിന്റെ അതിരുകടന്ന ആത്മാർത്ഥതയും ചമ്മിയ മുഖഭാവവും കണ്ട് അർജുന് ചിരി വന്നു. അത് വിട്. കമ്പനിയിലേക്ക് നല്ല ജ്വല്ലറി ഡിസൈനർമാരെയും ഒരു ചീഫ് ഡിസൈനറെയും റിക്രൂട്ട് ചെയ്യണം ആദ്യം. ചില വ്യക്തമായ പ്ലാനുകളോടെ അർജുൻ പറഞ്ഞു. തീർച്ചയായും സാർ, ഞാൻ അതുപോലെ ചെയ്യാം, ആനന്ദ് പറഞ്ഞു. ഓക്കെ, എന്നാൽ ആനന്ദ് ഇപ്പോൾ പോയിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അർജുൻ പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം. പ്രയാഗ, ദേ ഇത് നോക്ക്. അർജുൻ അവളെ തന്റെ ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നിലവിലുള്ള ഡിസൈനർമാർക്ക് പകരം പുതിയ ഡിസൈനർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ ചെയർമാൻ ആനന്ദ് സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് നൽകിയിട്ടുണ്ട്. നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ? അർജുൻ പറഞ്ഞു. ഓ, എന്റെ മോൾ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനായോ നീ? അവന്റെ ഒരു ഉപദേശം. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി മോളെ, രേണുക ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പ്രയാഗ ആഭരണ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയിരുന്നുവെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ജ്വല്ലറി ഡിസൈനിങ്ങിൽ അവൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. എല്ലാറ്റിനുമുപരിയായി പ്രയാഗ എപ്പോഴും അവളുടെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഡിസൈനുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് അവൻ ശ്രദ്ധിക്കാറുണ്ട്. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഡിസൈനർ ആകണമെന്നാണ് അവളുടെ സ്വപ്നം. എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ ജ്വല്ലറിയിൽ ഇതേ ആഗ്രഹവുമായി ചെന്നിട്ട് അവളെ അവർ തഴയുകയായിരുന്നു. അവളുടെ ഡിസൈനുകൾ വളരെ മികച്ചതായിട്ടും മാനേജ്മെന്റ് അവൾക്ക് അവസരം നൽകിയില്ല. ഇതെല്ലാം ഗൗതമും കൂട്ടരും മനഃപൂർവ്വം ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് കാരണം അവൾ അർജുന്റെ ഭാര്യയായി എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ആനന്ദിലൂടെ തന്റെ ഭാര്യയുടെ ടാലന്റ് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ അർജുൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അർജുൻ പറഞ്ഞ ഓഫർ വളരെ നല്ലതാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ മുഖത്ത് എക്സൈറ്റ്മെന്റ് നിറഞ്ഞു. അവൾ അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അത് വായിക്കാൻ തുടങ്ങി. ഈ ഓഫർ വളരെ നല്ലതാണ് അർജുൻ, ഞാൻ എന്തായാലും ഒരു കൈ നോക്കാം, അവൾ പറഞ്ഞു. ജ്വല്ലറി ഡിസൈൻ പഠിച്ച ഞങ്ങളുടെ മോള് ഇത്രയും വർഷം കമ്പനിയിൽ നിന്ന് വിലക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ലോകോത്തര ഡിസൈനർ ആകുമായിരുന്നു. ഓരോ സമയദോഷം, രേണുക അല്പം നിരാശയോടെ പറഞ്ഞു. മോളെ, മുൻപ് നിന്റെ കഴിവും അറിവും വളരാൻ എന്റെ ഏട്ടനും അനിയനും സമ്മതിച്ചില്ല. ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് മുന്നിലുള്ള ഒരു വലിയ അവസരമാണിത്. നീ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഉറപ്പായി എന്റെ മോൾ വിജയിക്കും. അവൾ ചെയ്ത ഡിസൈനുമായി ഇന്റർവ്യൂവിന് പോകാൻ അവർ തീരുമാനിച്ചു. ഈ ഡിസൈൻ ചെയർമാൻ ആനന്ദിന് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ? അല്ല, എന്താ ഇതിനൊരു പേരിടുക? പ്രയാഗ ചോദിച്ചു. ശരിയാണല്ലോ, ഇതിന്റെ ബ്യൂട്ടി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പേര് തന്നെ കണ്ടെത്തണം, അർജുൻ പറഞ്ഞു. അവർ രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി. ദി ഡയമണ്ട് കിങ്. ഈ പേരെങ്ങനെ? അർജുൻ ചോദിച്ചതും അവൾ വീണ്ടും അതേ പേര് ഉച്ചരിച്ചു. ദി ഡയമണ്ട് കിങ്. കൊള്ളാം, എനിക്കിഷ്ടായി, പ്രയാഗ പറഞ്ഞു. ആവേശം കൊണ്ട് തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അർജുൻ നോക്കി നിന്നു. അതിനുശേഷം പ്രയാഗ ഉടൻ തന്നെ ആനന്ദിന് റെസ്യൂം മെയിൽ ചെയ്തു. ഇമെയിൽ അയച്ച് അല്പസമയത്തിനകം ആനന്ദിൽ നിന്നും അവൾക്ക് മറുപടിയും ലഭിച്ചു. യുവർ ഡിസൈൻ ഈസ് വെരി ഇംപ്രസീവ്. ഇറ്റ് ക്ലിയർലി ഷോസ് യുവർ ടാലന്റ്. പ്ലീസ് കം ടു മൈ ഓഫീസ് ടുമാറോ വിത്ത് യുവർ ഡിസൈൻസ് എന്നായിരുന്നു മെയിലിന്റെ ചുരുക്കം. അത് കണ്ട പ്രയാഗ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓടിച്ചെന്ന് അർജുനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവനൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്നാണ് താൻ എന്താ ചെയ്തതെന്ന ബോധ്യം അവൾക്കും ഉണ്ടായത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.